രാഹുൽ ഗാന്ധി എന്താ പറയാ ഇത്രയേ ഉള്ളൂ, സ്മൃതി ഇറാനിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന തരത്തിലായിരുന്നു അവരതിനെ ഡെവലപ്പ് ചെയ്തത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഭാരത് ജോഡോ യാത്രയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റിന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഗ്രാഫ് വൻതോതിൽ ഉയരുകയും അതേസമയം സ്മൃതി ഇറാനി പാതാളത്തോളം പതിക്കുകയും ചെയ്തു എന്നുള്ള നില. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ നല്ല കമന്റുകൾ, വളരെ ഗൗരവമായ കമന്റുകൾ. നേരത്തെ രാഹുൽ ഗാന്ധിയെ അടച്ചാക്ഷേപിക്കുന്ന അതേ സ്മൃതി ഇറാനി, രാഹുൽ ഗാന്ധി പഴയ ആളല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വലിയ തോന്നി. കാലം തിരിഞ്ഞു വന്നപ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ അതേ അവസ്ഥയിൽ ഇതേ സ്ഥിതിയിലേക്ക് സ്മൃതി ഇറാനി പാർലമെന്റ് അംഗത്വം ഇല്ലാതായപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ തുഗ്ലക് ലെയിനിൽ അവർക്ക് അനുവദിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. BJP ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു സില്ലിയായ മനുഷ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ പപ്പുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തലത്തിലാണല്ലോ രാഹുൽ ഗാന്ധി അവർ ട്രീറ്റ് ചെയ്തു. ഗാന്ധിയുടെ ഒരു മേക്ക് ഓവറുമായിട്ടും കൂട്ടി വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചേഞ്ച്, അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ തോതിലുള്ള പ്രസക്തിയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കും. നഫ്രത് കാ ബസാർ അല്ലെ, നഫ്രത് കാ ബസാർ മൊഹബത്ത് കാ ദുകാൻ എന്ന് പറയുന്ന തരത്തിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഞാനിതാ ഒരു കൊച്ചു കട തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊരു 4000. ഞാനിപ്പോ പറയുന്നത് മോദി 3.0 സർക്കാർ എന്ന് പറയുന്നതിന് പകരം യു ടേൺ സർക്കാർ എന്നുള്ളത് ഭാരത് ജോഡോ യാത്ര മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയത് മുതൽ അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ വലിയ തോതിൽ ശക്തമായ ഒരു സ്റ്റാൻഡിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം, അത് തന്നെ പാർലമെന്റിലെ ചർച്ചകളിൽ പ്രതിഫലിപ്പിക്കാനും കഴിയുന്നുള്ളതാണ്. നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സ്മൃതി ഇറാനി വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് തോറ്റത്. അപ്പോ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്താണ്. അത്രയേറെ അഹങ്കാരമായിട്ടാണ് സ്മൃതി ഇറാനി വല്ലാത്ത രീതിയിലേക്ക് ഭരിച്ചിരുന്നത്. അപ്പോ ഈ പ്രാവശ്യം എന്താവും അവസ്ഥ എന്നുള്ള രീതിയിൽ കണ്ട് തന്നെ അറിയണം. കാര്യം കുറേശ്ശെ ആയിട്ട് രാഹുൽ ഗാന്ധിയെ സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? അതെ അതെ. എന്താണ് ശരിക്കും സൂചിപ്പിച്ചത്? അല്ല, രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു സ്മൃതി ഇറാനി. അത് പാർലമെന്റിനകത്തും പുറത്തും പിന്നെ ഇഞ്ച് ബൈ ഇഞ്ച് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അങ്ങനെയായിരുന്നു സ്മൃതി ഇറാനിയെ ഇന്ത്യയിലെ ആളുകൾ രാഷ്ട്രീയമായിട്ട് കണ്ടത്. എവിടെ തരം കിട്ടിയാൽ രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരിക, അങ്ങനെയാണ് അവർ തലക്കെട്ടുകൾ പിന്നെ ഭേദിച്ചുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു സ്മൃതി ഇറാനിയെ കൊണ്ട് BJP ഉദ്ദേശിച്ച പണി. ഇയാൾ പിന്നെ രാഹുൽ ഗാന്ധി എന്താ പറയാ ഇത്രയേ ഉള്ളൂ, സ്മൃതി ഇറാനിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന തരത്തിലായിരുന്നു അവരതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനി വലിയ തോതിൽ ഇന്ത്യയിലാകമാനം പിന്നെ വലിയ ശ്രദ്ധ ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവനകൾക്കും അവരുടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പോരാളി എന്നുള്ള നിലയിലേക്കൊക്കെ അവർക്ക് ആ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം അമേഠിയിൽ രണ്ടാമതല്ല മൂന്നാമത്, ആദ്യം മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ടു, രണ്ടാമത് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തി, മൂന്നാമത് അമേഠിയിൽ മത്സരിച്ച സമയത്ത് വലിയ ഭൂരിപക്ഷത്തിന് അവർ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി വളരെ അടുത്ത ഒരു സ്ഥാനാർത്ഥിയോട് അവർ പരാജയപ്പെട്ടു പോകും, ദയനീയമായി പരാജയപ്പെട്ടു പോകും. അപ്പൊ അതോടുകൂടി BJPക്ക് രാഹുൽ ഗാന്ധി, അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഭാരത് ജോഡോ യാത്രയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റിന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഗ്രാഫ് വൻതോതിൽ ഉയരുകയും അതേസമയം സ്മൃതി ഇറാനി പാതാളത്തോളം പതിക്കുകയും ചെയ്തു എന്നുള്ള നില വന്നു. അപ്പൊ BJPക്ക് ഇനി സ്മൃതിയെ വേണ്ട, പകരം വേറൊരാളെ ഇറക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സിനിമയുടെ പശ്ചാത്തലമുള്ള കുറെ കൂടി ഗ്ലാമറസ് ആയ കങ്കണ റണൌട്ട് ഇതിനേക്കാൾ തീവ്രമായി രാഹുൽ ഗാന്ധിയെയും ഒക്കെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആ സ്പേസ് കങ്കണ കവർ ചെയ്തു. അതായത് സ്മൃതി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ സ്മൃതിയിൽ നിന്ന് BJP പ്രതീക്ഷിച്ചിരുന്ന ആ സ്പേസിൽ കങ്കണ റണൌട്ട് വന്ന് കയറിയിരുന്നു. അവര് വൻതോതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിയാധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്പേസ് കവർ ചെയ്തു. അപ്പൊ സ്മൃതി ഇറാനിക്ക് പിന്നെ BJPയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ വലിയ സാധ്യത ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു കൽപ്പിക്കപ്പെട്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ നല്ല കമന്റുകൾ, വളരെ ഗൗരവമായ കമന്റുകൾ. നേരത്തെ രാഹുൽ ഗാന്ധിയെ അടച്ചാക്ഷേപിക്കുന്ന
അതേ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി പഴയ ആളല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ വലിയ തോതിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നീക്കത്തെ BJP വളരെ ഗൗരവത്തോടു കൂടി കാണണം, രാഹുൽ ഇപ്പോൾ ചെറിയ പുള്ളിയല്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇതേ സ്മൃതി ഇറാനി തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതായത് ഇടപെടുകയാണ്. അതായത് സ്മൃതിക്ക് ശരിക്കും ആ പതനത്തോടു കൂടി BJP-യിലുള്ള വാഴ്ച അവസാനിച്ചു എന്ന് തോന്നിക്കാണും. അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. അതായത് രാഹുൽ ഗാന്ധി നേരത്തെ അദ്ദേഹത്തിനെതിരായിട്ട് മോദി പരാമർശത്തിന്റെ പേരിൽ ഒരു കേസ് വന്നല്ലോ. ആ കേസ് വന്നു, 2 വർഷത്തേക്ക് അത് ശിക്ഷ വിധിച്ചതിന്റെ ഭാഗമായിട്ട് പാർലമെന്റ് അംഗത്വം ഇല്ലാതായി എന്നുള്ള രീതിയിൽ BJP വളരെ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ പുറത്താക്കി. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കി, ഇല്ലേ? വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് അതിനും ഇത് ആരുടെയും തറവാട്ട് വക സ്വത്തൊന്നുമല്ല, ഇത് ജനങ്ങളുടെ വകയാണ് ഈ ഓഫീസ് അല്ലെങ്കിൽ വീട്, അതുകൊണ്ട് തന്നെ MP അല്ലാതായാൽ അതിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നുള്ള തരത്തിലൊക്കെ അപ്പോഴും രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നതിൽ സ്മൃതി ഇറാനി മടി കാണിച്ചിരുന്നില്ല. പക്ഷേ കാലം തിരിഞ്ഞു വന്നപ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ, അതേ അവസ്ഥയിൽ ഇതേ സ്ഥിതിയിലേക്ക് സ്മൃതി ഇറാനി പാർലമെന്റ് അംഗത്വം ഇല്ലാതായപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ തുഗ്ലക് ലെയിനിൽ അവർക്ക് അനുവദിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ സ്വാഭാവികമാണ് കോൺഗ്രസുകാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ സുഹൃത്തുക്കളൊക്കെ സ്മൃതി ഇറാനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തോതിൽ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം ഇതേ സ്മൃതി ഇറാനി ഏറ്റെടുത്ത സമയത്ത്, ഏറ്റുവാങ്ങേണ്ടി വന്ന സമയത്ത് അവരുടെ രക്ഷയ്ക്ക് BJP-യുടെ ഒരു സോഷ്യൽ മീഡിയ ശിങ്കങ്ങളും വന്നു കണ്ടില്ല. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നു, ഇനി അവരെ ആക്രമിക്കരുത്, കാരണം ഇത്തരത്തിൽ ഒരാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യുന്നത്, ഭേദ്യം ചെയ്യുന്നത് ശരിയല്ല, ഞാൻ അതിനോടൊപ്പമല്ല എന്ന നിലപാടെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നതും വലിയ തോതിൽ വാർത്തയായിരുന്നു. തീർച്ചയായും അത് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാര്യം ഈ സ്മൃതി ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആക്രമിച്ചിരുന്ന ഒരു വ്യക്തി അത്തരം രീതിയിലേക്ക് വല്ലാത്ത ആക്രമണം ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അല്ലെ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിച്ച സ്മൃതി തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. BJP ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു സില്ലിയായ മനുഷ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ, പപ്പുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തലത്തിലാണല്ലോ രാഹുൽ ഗാന്ധി അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഒന്നും ഗൗരവത്തോടുകൂടി കാണേണ്ടാത്ത ഒരാളാണ് എന്നുള്ള നിലയിലുള്ള ഒരു ഇമേജ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ആ മനുഷ്യനെ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു പോകുന്നതായിരുന്നു BJP. അതിൽ നേതൃത്വം കൊടുത്തിയ ആളാണ് സ്മൃതി ഇറാനി. ഇതേ സ്മൃതി ഇറാനിക്ക് ഈ പറയുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഒരു മേക്ക് ഓവറുമായിട്ടും കൂട്ടി വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചേഞ്ച്, അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ തോതിലുള്ള പ്രസക്തിയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്. നഫ്രത് കാ ബസാർ അല്ലെ, നഫ്രത്തോं കാ ബസാറിന് മൊഹബത്ത് കാ ദുക്കാൻ എന്ന് പറയുന്ന തരത്തിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഞാൻ ഇതാ ഒരു കൊച്ചു കട തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് 4000 കിലോമീറ്റർ ദൈർഘ്യം. ആ വാക്കുകള് ശരിക്കും അന്ന് ആ വാക്കുകള് വന്നപ്പോ വല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലേക്ക് വരാം. അത് ഇത്ര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ ആവും എന്ന് കരുതിയിരുന്നില്ല. ഈ ഭാരത് ജോഡോ യാത്ര തന്നെ വല്ലാത്ത രീതിയിലേക്ക് ഇത്തരം രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഈ ഭാരത് ജോഡോ യാത്ര ശരിക്കും BJP സർക്കാർ ശരിക്കും വിലയിരുത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാനുള്ള സാഹചര്യം. ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഞാൻ ചോദിക്കുന്നത് താങ്കളോട്, ഇപ്പോ വല്ലാത്ത രീതിയിലേക്കുള്ള ഒരു ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ? ഭരണം ഉണ്ടോ ഇപ്പം ഭരണം ഉണ്ടെന്ന് BJP-ക്കാർ പോലും സമ്മതിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കാരണം ഈ ഭാരത് ജോഡോ യാത്രക്ക് വലിയൊരു പങ്കില്ലേ? ഞാൻ ഇപ്പൊ പറയുന്നത് മോദി 3.0 സർക്കാർ എന്ന് പറയുന്നതിന് പകരം U-ടേൺ സർക്കാർ എന്നുള്ള രീതിയിലാണ്. വെച്ച ഫയലുകളെല്ലാം, വെച്ച ബില്ലുകളെല്ലാം, വെച്ച നിയമനിർമ്മാണങ്ങളെല്ലാം പിൻവലിക്കുന്ന, പലപ്പോഴും പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ നിവർന്നു നിന്ന് സംസാരിക്കാൻ കഴിയാത്ത, മറുപടി പറയാൻ കഴിയാത്ത, എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുന്ന, പലപ്പോഴും ഇന്ത്യയിലെ വിഷയങ്ങൾക്കപ്പുറം കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി എന്നാണ് കാണാൻ കഴിയുന്നത്. ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ദുർബലമാണോ ഇന്ന് കേന്ദ്ര സർക്കാർ എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാരത് ജോഡോ യാത്ര മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയത് മുതൽ അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ വലിയ തോതിൽ ശക്തമായ ഒരു സ്റ്റാൻഡിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം, അത് തന്നെ പാർലമെന്റിലെ ചർച്ചകളിൽ പ്രതിഫലിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ കുറെ ആളുകൾ വന്ന് ജയിച്ചു എന്നുള്ളതല്ല, അത് പാർലമെന്റിൽ BJP-യുടെ വോയിസിന്
ഒരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ ശബ്ദങ്ങൾ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഉയർന്നു നിന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പൊ ആ നിലയിലൊക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്മൃതി ഇറാനിയുടെ താഴ്ചയും രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയും ഒരേ സമയത്ത് അടയാളപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ വർഷമാണ് 2024 എന്ന് പറയാം. ആ സ്മൃതി ഇറാനി അതേസമയം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയെ കണക്കിലെടുക്കണം. അയാൾ ചില്ലറക്കാരനല്ല, അയാൾ ഇന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് മുള്ളും മുനയുമുണ്ട്, മൂർച്ചയുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്ന സ്മൃതി ഇറാനിയെ നമ്മൾ കാണുന്നു. BJP നേതൃത്വം വളരെ കരുതലോടെ കാണണം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, കളിയാക്കുന്ന രീതിയിൽ നിന്ന് ശരിക്കും ഇദ്ദേഹം ഗൗരവക്കാരനാണ്, ഇദ്ദേഹം പ്രശ്നക്കാരനാണ്, നാളെ പാർട്ടിയുടെ അടിത്തറ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരിക്കും ഇദ്ദേഹം എന്ന് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയും. ഞാനിതിന് ഇപ്പൊ ഈ അടുത്ത ദിവസം സ്മൃതി ഇറാനിക്ക് ഡൽഹിയിലെ ഇപ്പം സമീപ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2025 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഡൽഹി. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ 7 സീറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ വീണ്ടും BJPക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചുമതല അവിടുത്തെ പകുതിയോളം ഭാഗത്തെ തെരഞ്ഞെടുപ്പ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ഇപ്പോൾ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ചുമതല സ്മൃതി ഇറാനിയെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ അവർ ഡൽഹി പൊളിറ്റിക്സിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചർച്ചയും അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ BJP ഈ ഒരു പ്രസ്താവന സ്മൃതി ഇറാനിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ നേരത്തെ ആമുഖത്തിൽ ബാബു സൂചിപ്പിച്ചതുപോലെ അവർക്കൊരു ചാഞ്ചാട്ടമുണ്ടോ എന്നൊരു ഭയം BJPക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് ഈ ഒരു വലിയൊരു ചുമതല കൊടുത്തത്. കാര്യം ഞാൻ തോറ്റുപോയി, പക്ഷെ എനിക്ക് ഇനി BJPയിൽ വേറെ സ്ഥാനമില്ല എന്നുള്ള രീതിയിലേക്ക് പോയി. അത്തരം രീതിയിലേക്ക് തിങ്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാര്യം വല്ലാത്ത രീതിയിലേക്കുള്ള തോൽവിയാണ് സംഭവിച്ചത്. ഇനിയൊരിക്കൽ പോലും അമേഠിയിൽ ഒരു സീറ്റ് ഉണ്ടാവത്തില്ല. അല്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ സ്മൃതി ഇറാനിയെ വിടാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അത്രമാത്രം അവരെ സഹായിച്ച ഒരാളാണ്, അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്ന് ഡൽഹി പൊളിറ്റിക്സിൽ പ്ലാൻ ചെയ്യുകയാണ്. അവർ ഡൽഹിയിൽ ജനിച്ചതാണ്, ജീവിച്ചതാണ്, ഒക്കെയാണെങ്കിൽ പക്ഷെ ഡൽഹി പൊളിറ്റിക്സുമായിട്ട് അവർക്ക് ബന്ധമില്ല. അവിടെ ഇപ്പൊ മനീഷ് തിവാരിയോ നേരത്തെ സുഷമ സ്വരാജിന്റെ മകൻ ബാംസുരി സ്വരാജോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നേതാക്കളുടെ ഒരു താവളമാണ്, അവരുടെ കേന്ദ്രമാണ് ഡൽഹി. അവരൊക്കെ വലിയ അസ്വസ്ഥതയിലാണ്. അവരൊക്കെ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് പാരഷൂട്ട് ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള ആശങ്ക അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഡൽഹിയിലെ ഇന്നർ പൊളിറ്റിക്സ്, BJPക്ക് അകത്തുള്ള സംഘടനയ്ക്കകത്തുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥത സ്മൃതിയെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതിന്റെ പിന്നിൽ കാരണമായിട്ടുണ്ട്. അവർ ഒരു വീടൊക്കെ എടുത്ത് ആണ് പ്രവർത്തിക്കുന്നത്. അവർ ഒരു വീട് വാങ്ങി ഡൽഹി സൗത്തിൽ ഒരു വീടൊക്കെ വാങ്ങിയിട്ടാണ് മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ മോർ ദാൻ ഹാഫ് പോർഷൻ ഡൽഹിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ചുമതല സ്മൃതിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധിയെ ഈ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്ന സ്മൃതി ഇറാനിയിൽ ഒരു മാറ്റം ദൃശ്യമായതോടുകൂടി അവരെ അങ്ങനെ വിസ്മൃത കോടിയിലേക്ക് തള്ളാൻ പറ്റില്ല, അവരെ ഇല്ലാതാക്കാൻ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് BJP വന്നിരിക്കുന്നു. അവരൊരു പക്ഷേ മാറി കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഈ BJPക്ക് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് തോന്നലാവാം. അവരെ ഏതെങ്കിലും തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. തീർച്ചയായും അത് വലിയ രീതിയിൽ തന്നെ ഉയർത്തി കാണിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസിലേക്ക് പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാം. ഇന്നത്തെ കാലത്ത് വലിയ സംഭവമുള്ള വിഷയമൊന്നുമല്ല. അതായത് നമ്മളുടെ കേരളത്തിൽ തന്നെ മനസ്സിലാവും പല ആളുകൾക്കും. അതായത് പോവാതിരിക്കാം എന്നുള്ളൊരു ചാൻസ്, അതൊന്നും ആർക്കും പോകുമോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവാൻ കഴിയാത്തൊരു അവസ്ഥയാണെന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് സ്മൃതി ഇറാനിയെ പോലെയുള്ള ഒരാൾക്ക് ഒരു സ്ഥാനവും കൊടുത്തില്ലെങ്കിൽ 100% കോൺഗ്രസിലേക്ക് ചാടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും. അതൊന്നും അങ്ങനെ നടക്കാത്ത ഒരു കാര്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോ തീർച്ചയായും സ്മൃതി ഇറാനി ശരിക്കും ഈ വേറൊരു വിഷയം കൂടെ ഇതിൽ പറയാനുണ്ട്. രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം രീതിയിലേക്ക് ഉയർത്താൻ കാരണം കൂടെ, അതായത് ഒരുപാട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചു റിയാക്ഷൻ ഉണ്ടാവും. അതിൽ ശരിക്കും രാഹുൽ ഗാന്ധി നല്ല രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ജനപ്രീതി നേടിയിട്ടുണ്ട് എന്ന് വേണം പറയാനല്ലേ. തീർച്ചയായും. നന്ദി, നമസ്കാരം.